ദക്ഷിണാഫ്രിക്കയിലെ വിശാലമായ ഒരു പുൽമേട്ടിൽ കോടയും ലേയും എന്ന രണ്ട് സിംഹങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. അവർ ഒരുമിച്ച് വേട്ടയാടി പുൽമേടുകളിലൂടെ സ്വതന്ത്രരായി ഓടിനടന്നു. പക്ഷേ കാലാവസ്ഥ മാറിയപ്പോൾ എല്ലാം ബുദ്ധിമുട്ടായി. വെള്ളം വറ്റി, ഇരകൾ കുറഞ്ഞു. അതുകൊണ്ട് കോടയും ലേയും പുതിയ ഒരു സുരക്ഷിത സ്ഥലം തേടി യാത്ര തിരിച്ചു. നൂറുകണക്കിന് കിലോമീറ്ററുകൾ അവർ നടന്നു, വിശപ്പും മറ്റു വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളും നേരിട്ടു. രാത്രി കോട ജാഗ്രതയോടെ കാവൽ നിന്നപ്പോൾ ലേ ഉറങ്ങി ശക്തി സംഭരിച്ചു. ഒടുവിൽ ശുദ്ധജലത്തിന്റെയും വന്യമൃഗങ്ങളുടെയും മണം പിന്തുടർന്ന് അവർ മഖാദോ നാഷണൽ പാർക്കിൽ എത്തി. ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വലിയ സംരക്ഷണ കേന്ദ്രങ്ങളിലൊന്നാണിത്. വിശാലമായ പുൽമേടുകളും സമ്പന്നമായ ആവാസവ്യവസ്ഥയും ഉള്ളത്. അവിടെ എത്തിയ ഉടനെ കോടയും ലേയും മറയ്ക്കാൻ ഒരു സ്ഥലം തേടി. പട്രോൾ കാറുകൾ, ഗാർഡ് പോസ്റ്റുകൾ, വേലികൾ എന്നിവ അവർ കണ്ടു. പക്ഷേ എന്താണെന്ന് മനസ്സിലായില്ല. മഖാദോയിൽ സിഫോയും നോംസയും എന്ന രണ്ട് ജീവനക്കാർ ഈ പുതിയ അതിഥികളെ ശ്രദ്ധിച്ചു. സിഫോ പരിചയസമ്പന്നനായ ഒരു പട്രോൾ ഡ്രൈവർ ആയിരുന്നു, പുൽമേടുകളിലൂടെ മൃഗങ്ങളുടെ അവസ്ഥ പരിശോധിക്കാൻ യാത്ര ചെയ്യുന്നവൻ. നോംസ് ആകട്ടെ ഒരു മൃഗനിരീക്ഷക ആയിരുന്നു, സംരക്ഷണ കേന്ദ്രത്തിലെ എല്ലാ മാറ്റങ്ങളും ശ്രദ്ധയോടെ രേഖപ്പെടുത്തുന്നവർ. നദിയുടെ തീരത്ത് വലിയ സിംഹപാദങ്ങൾ കണ്ടപ്പോൾ അവർ ഞെട്ടി. അവർ ദൂരെ നിന്ന് നിരീക്ഷിക്കാൻ തീരുമാനിച്ചു, പുതിയ സിംഹങ്ങൾക്ക് ഒരു അപകടവും സംഭവിക്കാതിരിക്കാൻ. ആദ്യ ദിവസങ്ങളിൽ കോട രാത്രിയിൽ ഉച്ചത്തിൽ അലറി തന്റെ പ്രദേശം അടയാളപ്പെടുത്തി. ലേ പുതിയ സ്ഥലത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിച്ചു, ചിലപ്പോൾ അസ്വസ്ഥയായി നടന്നു. സിഫോയും നോംസയും നിശബ്ദമായി നോക്കി, അവരുടെ ആരോഗ്യവും പെരുമാറ്റവും രേഖപ്പെടുത്തി. ക്ഷീണിതരാണെങ്കിലും കോടയും ലേയും മാനുകളെയും മുയലുകളെയും വേട്ടയാടി ശക്തി നിലനിർത്തി. ലേയുടെ നടത്തത്തിൽ മന്ദഗതി കണ്ടപ്പോൾ നോംസയ്ക്ക് സംശയം തോന്നി, അവൾ ഗർഭിണിയായിരിക്കാം. സിഫോയും അത് ശരിവച്ചു, കാരണം കോടലയെ കൂടുതൽ ശ്രദ്ധയോടെ സംരക്ഷിച്ചു. ഒരു കുഞ്ഞു സിംഹം ജനിച്ചാൽ അത് സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വലിയ നേട്ടമാകും എന്ന് അവർ സന്തോഷിച്ചു. 4 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ലേയുടെ വയർ വലുതായി, നടത്തം ഭാരമുള്ളതായി. സിഫോ അടിയന്തര സാഹചര്യങ്ങൾക്കായി മെഡിക്കൽ ഉപകരണങ്ങൾ കാറിൽ തയ്യാറാക്കി. നോംസ് ലേയുടെ വിശ്രമവും ഭക്ഷണവും കോടയുടെ മാനസികാവസ്ഥയും കൃത്യമായി രേഖപ്പെടുത്തി. എല്ലാവരും ലേക്ക് സുഗമമായ പ്രസവം ആശിച്ചു. പക്ഷേ പ്രസവസമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി. ലേ 2 ദിവസം വേദനയിൽ കഷ്ടപ്പെട്ടു മുരളി. കോട അസ്വസ്ഥനായി ചുറ്റും നടന്നു. സിഫോയും നോംസയും സ്ഥിതി ഗുരുതരമാണെന്ന് മനസ്സിലാക്കി. ലേയെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അനസ്തീഷ്യ ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം ലേ പ്രസവത്തിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു. കോടയെ മയക്കിയാൽ ലേ ഭയന്ന് ഓടുകയോ ആക്രമിക്കുകയോ ചെയ്യാം. അതിനാൽ സിഫോയും നോംസയും ധൈര്യം സംഭരിച്ച് സിംഹങ്ങളോട് അടുത്തു. അവർ കാർ സാവധാനം ഓടിച്ചു, കോട ആക്രമിക്കുമോ എന്ന് നോക്കി. കോട ഉച്ചത്തിൽ അലറി, രോമങ്ങൾ എഴുന്നേറ്റു, ജാഗ്രത കാണിച്ചു. ലേ വേദനയിൽ കിടന്നു, ചെറുതായി മുരളുക മാത്രം ചെയ്തു. നോംസ് സിഫോയോട് പറഞ്ഞു, നമുക്കിപ്പോൾ ഇടപെട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ലേ മരിച്ചുപോകും. സിഫോ കാറിൽ നിന്ന് ഇറങ്ങി, കണ്ണുകൾ സിംഹങ്ങളിൽ നിന്ന് മാറ്റാതെ നിന്നു. നോംസ് മെഡിക്കൽ ഉപകരണങ്ങളുമായി പിന്നാലെ വന്നു. കോട മുന്നോട്ട് വന്നു, മുരണ്ടു, പക്ഷേ ആക്രമിച്ചില്ല. ഒരുപക്ഷേ അവർക്ക് ദോഷം വരുത്താൻ ഉദ്ദേശമില്ലെന്ന് അവൻ മനസ്സിലായി. നോംസ് മെല്ലെ ലേയോട് അടുത്തു, സൗമ്യമായി സംസാരിച്ചു. സിഫോ പിന്തുണയ്ക്കായി നിന്നു. ലേയുടെ കണ്ണുകളിൽ ഭയം കുറഞ്ഞു, നോംസയെ വയറിൽ തൊടാൻ അനുവദിച്ചു. നോംസ് വേഗം ഒരു പ്രസവസഹായി ഇഞ്ചക്ഷൻ നൽകി, ലേക്ക് ശക്തി കൂട്ടാൻ. കോട ചെറുതായി മുരണ്ടെങ്കിലും ആക്രമിച്ചില്ല. നോംസയും സിഫോയും പിന്നോട്ട് മാറി മരുന്ന് പ്രവർത്തിക്കാൻ കാത്തു. 2 മണിക്കൂറിന് ശേഷം ലേക്ക് ശക്തമായ വേദന വന്നു. ഒടുവിൽ ഒരു കുഞ്ഞ് സിംഹം ജനിച്ചു. കോട കുഞ്ഞിനെ നക്കി. ലേ ക്ഷീണിതയാണെങ്കിലും സന്തോഷത്തോടെ കണ്ണുകൾ തിളങ്ങി. സിഫോ മെല്ലെ ആർപ്പു വിളിച്ചു, കുഞ്ഞി ചലിക്കുന്നത് കണ്ടപ്പോൾ. നോംസ് കുഞ്ഞിനെ പരിശോധിച്ചു, എല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കി. ലേക്ക് വീണ്ടും ഒരു ടോണിക്ക് ഇഞ്ചക്ഷൻ നൽകി, വേഗം കരുത്ത് വീണ്ടെടുക്കാൻ. കോട അവരെ നോക്കി, ഒരു നന്ദി പോലെ തോന്നി. സിഫോയും നോംസയും പിന്മാറി, സിംഹകുടുംബത്തിന് സമാധാനം നൽകി. കുഞ്ഞ് സിംഹം മോസി ലേയുടെ കരുതലിൽ ആരോഗ്യത്തോടെ വളർന്നു. ലേ മോസിയെ നക്കി, സ്നേഹത്തോടെ മുരണ്ടു. സിഫോയും നോംസിയും കാറിൽ ഇരുന്ന് ആ നിമിഷം ആസ്വദിച്ചു, ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവർ സിംഹങ്ങൾക്ക് പേര് നൽകി, കോട ധൈര്യത്തിന്റെ പ്രതീകം, ലേ പ്രത്യാശയുടെ, മോസി പുതിയ തുടക്കത്തിന്റെ. ലേ സുസ്ഥിരമാണെന്ന് ഉറപ്പാക്കിയ ശേഷം സിഫോ കാർ ഓടിച്ചു. നോംസ് ഇപ്പോഴും സിംഹകുടുംബത്തെ നോക്കി. വൈകുന്നേരത്തെ കാറ്റിൽ അവർ മടങ്ങി. നോംസയുടെ കണ്ണുകൾ നനഞ്ഞു, ഒരു ജീവനെ രക്ഷിച്ചതിൽ അഭിമാനം തോന്നി. സിഫോ പറഞ്ഞു, ഇത് എന്റെ ജോലിയിലെ ഏറ്റവും മറക്കാനാവാത്ത ദിവസമാണ്. അടുത്ത ദിവസം പട്രോൾ ചെയ്യുമ്പോൾ കോടയും ലേയും പുൽക്കുന്നിൽ നിന്ന് അവരെ നോക്കുന്നത് കണ്ടു.
മോസി അമ്മയുടെ കാലിനടിയിൽ തട്ടിത്തടഞ്ഞ് നടന്നു ജിജ്ഞാസയോടെ നോക്കി. കോഡ ഇപ്പോൾ മനുഷ്യരെ കണ്ടുമുറളാതായി ഒരു വിശ്വാസം രൂപപ്പെട്ട പോലെ. നോംസ് വിശ്വസിച്ചു ഈ കുടുംബം മഖാദോയിൽ സുരക്ഷിതമായി ജീവിക്കും. സിഫോ തന്റെ ഡയറിയിൽ മോസിയുടെ ജനനം ഒരു പ്രധാന നാഴികക്കല്ലായി രേഖപ്പെടുത്തി. കോഡ, ലേയ, മോസി എന്നിവരുടെ കഥ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സ്നേഹത്തിന്റെ തെളിവായി. എല്ലാ പട്രോൾ വേളയിലും സിംഹകുടുംബം അവരെ നോക്കി, ഒരു നിശബ്ദ നന്ദി പോലെ. മോസി വളർന്നു, അമ്മയോടൊപ്പം വേട്ടയാടാൻ പഠിച്ചു, അച്ഛനോടൊപ്പം അലറി പ്രദേശം ഉറപ്പിച്ചു. കോഡ ഗാംഭീര്യത്തോടെ ലേയെ സംരക്ഷിച്ചു, ലേയ അമ്മയായിട്ടും ശക്തയായി നിന്നു. സൂര്യോദയത്തിൽ പുൽമേറ്റിൽ ഈ കുടുംബം സമാധാനത്തോടെ കാണപ്പെട്ടു. സിഫോയുടെയും നോംസയുടെയും കാർ ശബ്ദം കേൾക്കുമ്പോൾ കോഡ ഒരു നോട്ടം മാത്രം നൽകി ശാന്തനായി കാവൽ തുടർന്നു. നോംസ് ആ കഠിന യാത്രയെ ഓർത്ത് പുഞ്ചിരിച്ചു. അവരുടെ ശ്രമങ്ങൾ കൊണ്ട് ഒരു ജീവൻ രക്ഷിക്കപ്പെട്ടു, ഒരു കുടുംബം കൂടുതൽ ശക്തമായി. ഈ കഥ മഖാദോയിൽ പരന്നു, മൃഗസ്നേഹികളെ പ്രചോദിപ്പിച്ചു. എല്ലാവരും ആഗ്രഹിച്ചു കോഡയുടെ കുടുംബം മഖാദോയിൽ സിംഹവംശം വളർത്തട്ടെ. സൂര്യൻ അസ്തമിക്കുമ്പോൾ കോഡയുടെ അലർച്ച പുൽമേടുകളിൽ മുഴങ്ങി കഴിഞ്ഞ കൊടുങ്കാറ്റുകളെ ഓർമ്മിപ്പിച്ചു. ലേ മോസിയെ നക്കി പുതിയ ജീവനെ പോഷിപ്പിച്ചു. സിഫോയും നോംസയും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മടങ്ങി, സന്തോഷവും തൃപ്തിയും നിറഞ്ഞ ഹൃദയങ്ങളോടെ. രാത്രി കാറ്റ് വയലിലൂടെ വീശി, പുല്ലിന്റെ ഗന്ധവും വന്യനാദവും വഹിച്ചു. ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങി, സിഫോയുടെയും നോംസയുടെയും പാത പ്രകാശിപ്പിച്ചു. അവിടെ മോസി അമ്മയുടെ ചൂടിൽ സമാധാനമായി ഉറങ്ങി. കോഡ കാവൽ നിന്നു ശത്രുക്കളെ അകറ്റി. ദൂരെ നിന്ന് സിഫോയും നോംസയും ഈ കുടുംബത്തെ നോക്കി തങ്ങളുടെ ദൗത്യം പൂർത്തിയായെന്ന് വിശ്വസിച്ചു.